ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. നിങ്ങളിൽ അഥവാ ഇന്ത്യൻ ഗ്യാസ് കണക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഇപ്പൊ വന്നിട്ട് ഓഫ്ലൈൻ ബുക്കിംഗ് ഒന്നും അവൈലബിൾ ഇല്ല. ഇപ്പൊ എല്ലാം ഓൺലൈനിലൂടെയാണ് ബുക്ക് ചെയ്യുന്നത്. അതേപോലെ ഗ്യാസ് സിലിണ്ടർ ഓൺലൈനിലൂടെ എങ്ങനെ ബുക്ക് ചെയ്യേണ്ടത് നമുക്കൊന്ന് കാണാം. നിങ്ങൾ ബുക്കിംഗ് ചെയ്യുന്ന കൂടെ ഒരു DSC നമ്പർ കാണിക്കും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. DSC എന്ന് പറഞ്ഞാൽ ഡെലിവറി ഓതന്റിക്കേഷൻ കോഡ് എന്ന് വെച്ചാൽ DSC നമ്പർ വന്നിട്ട് നിങ്ങളെ സിലിണ്ടർ ഡെലിവറി ടൈമിൽ ഈ നമ്പർ നിങ്ങൾക്ക് അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ തന്നെ നിങ്ങളെ സിലിണ്ടർ വന്നിട്ട് സക്സസ്ഫുള്ളി ഡെലിവറി ആകും. ഓക്കെ, നമുക്ക് ഗ്യാസ് സിലിണ്ടർ എങ്ങനെ ബുക്ക് ചെയ്യേണ്ടത്, അതേപോലെ നമ്മൾ DSC നമ്പർ എങ്ങനെ കിട്ടാൻ നമുക്കൊന്ന് കാണാം. ഒരു വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെർച്ചിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെർച്ച് ചെയ്യുക ഇന്ത്യൻ ഓയിൽ 1. സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ആപ്ലിക്കേഷൻ കാണാൻ പറ്റും. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ആകുമ്പോൾ നമുക്ക് ഇതേപോലെ ഇന്റർഫേസ് ഓപ്പൺ ആകും. ഇവിടെ കുറച്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. അഥവാ നെറ്റ് ഇഷ്യൂ ആണെങ്കിൽ കുറച്ച് ടൈം ആകും ഓപ്പൺ ആയി വരാൻ വേണ്ടിയിട്ട്. ഇവിടെ നിങ്ങൾക്ക് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അതിനുശേഷം അലോ പെർമിഷൻ കൊടുക്കുക. ഓപ്പൺ ആകുമ്പോൾ ഇതിന്റെ ഇന്റർഫേസ് ഇതേപോലെ ഉണ്ടാകും. ഇവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുക. മീൻസ് ഞാൻ ഇവിടെ റീഫിൽ ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഓപ്ഷനുകൾ കാണിക്കും. അഥവാ നിങ്ങൾക്ക് നേരത്തെ ലോഗിൻ ID ഉണ്ടെങ്കിൽ നിങ്ങൾ ലോഗിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിനുശേഷം സ്കിപ്പ് ഫോർ നൗ എന്ന് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് മൊബൈൽ നമ്പറും അതിനുശേഷം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഇവിടെ രജിസ്റ്റർ ആയിട്ടുള്ള മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. അഥവാ നിങ്ങൾ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡിൽ കൊടുക്കുമ്പോൾ നമ്മളെ ഐഡിനെ തിരിച്ചെടുക്കാൻ പറ്റും. ഞാനിവിടെ ഫോർഗോട്ട് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ ഇന്ത്യൻ ഓയിലിൽ രജിസ്റ്റർ ആയിട്ടുള്ള മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം സെൻഡ് OTP ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതിനുശേഷം ഈ മൊബൈൽ നമ്പറിലൂടെ ഒരു OTP പോയിട്ടുണ്ടാകും. ആ OTP നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. OTP ടൈപ്പ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് നിങ്ങൾക്ക് ഒരു പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ടൈപ്പ് ചെയ്തതിനു ശേഷം താഴെ കൺഫേം പാസ്വേഡ് സെയിം ടു സെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതും 8 ക്യാരക്ടറിൽ സ്ട്രോങ് പാസ്വേഡ് ഉണ്ടാകണം. ടൈപ്പ് ചെയ്തതിനു ശേഷം താഴെ ക്രിയേറ്റ് പാസ്വേഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ നിങ്ങളെ പുതിയ പാസ്വേഡ് വന്നിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ രജിസ്റ്റർ ആയിട്ടുള്ള മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് സെറ്റ് ചെയ്ത പുതിയ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പെർമിഷൻസ് എല്ലാം അലോ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ സക്സസ്ഫുള്ളി ലോഗിൻ ആയിട്ടുണ്ട്. ഇതിനുശേഷം ഇവിടെ ഗ്യാസ് ബുക്കിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഗ്യാസ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റീഫിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു പോപ്പപ്പ് ഓപ്പൺ ആയി വന്നു. അതിൽ കാനോട്ട് പ്രൊസീഡ് എന്ന് കാണിച്ചു. ഇതിൽ എന്താ എഴുതിയിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ, ഡിയർ കസ്റ്റമർ, യുവർ ലാസ്റ്റ് റീഫിൽ വാസ് ഡെലിവർഡ് ഓൺ 19 February 2026. യുവർ നെക്സ്റ്റ് അവൈലബിൾ ബുക്കിംഗ് ഡേറ്റ് ഫോർ എ റീഫിൽ ഈസ് 17 March 2026 എന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ 19 February റീഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം റീഫിൽ ചെയ്യേണ്ടത് 17 March-നാണ്. അതുകൊണ്ട് നമുക്ക് 25 days വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ അപ്ഡേറ്റ് എന്ന് കാണിക്കും. സോ ഞാൻ അപ്ഡേറ്റ് ചെയ്തു ഓപ്പൺ ചെയ്തു. അതുകൊണ്ട് എനിക്ക് നെക്സ്റ്റ് റീഫിൽ വന്നിട്ട് 17 March എന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ 25 days വെയിറ്റ് ചെയ്തു. ഇന്ന് ഞാൻ ഡേറ്റ് കാണുമ്പോൾ 17 March ആണ്. സോ നമുക്ക് ഇന്ന് റീഫിൽ ഡേ ആണ്. ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഡെലിവറി എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന്റെ പ്രോസസ്സാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞു തരാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ഇന്ത്യൻ ഓയിൽ ആപ്പിനെ അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ചെയ്യുക. ഇപ്പൊ ഈ ആപ്ലിക്കേഷൻ സിമ്പിൾ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ആപ്ലിക്കേഷനിൽ ഒരുപാട് ട്രാഫിക്സ് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഇതിനെ ലൈറ്റ് മോഡിൽ കൺവേർട്ട് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ചില ഓപ്ഷൻസ് തന്നെ കാണിക്കുന്നുണ്ടാകും. നെക്സ്റ്റ് നിങ്ങൾ ഗ്യാസ് ബുക്കിംഗ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ സിംപിളി നിങ്ങൾ റീഫിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആകും. നെക്സ്റ്റ് നിങ്ങൾക്ക് ഡൊമസ്റ്റിക് LPG സിലിണ്ടർ ഫോർ യു എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ടാകും. അതേപോലെ ഇവിടെ LPG റീഫിൽ 14.2 kgs എന്നൊരു ഓപ്ഷൻ കാണിക്കും. അതേപോലെ പ്രൈസും ഷോ ആകും. അതിന്റെ താഴെ ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഡീറ്റെയിൽ പേര് ഇവിടെ കിടക്കുന്നുണ്ടാകും. അതിനുശേഷം ഓർഡർ സമ്മറിയിൽ നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് കാണിക്കുന്നുണ്ടാകും. നെക്സ്റ്റ് ഓർഡർ സിലിണ്ടർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഒരു ചില സെക്കൻഡ്സ് നമുക്ക് വെയിറ്റ് ചെയ്യണം. നെക്സ്റ്റ് പേജ് ഓപ്പൺ ആകുമ്പോൾ ഇവിടെ ഓർഡർ പ്രോസസ്സിംഗ് കാണിക്കും. അതിന്റെ താഴെ ഇവിടെ ഓർഡർ നമ്പറും കാണിച്ചിട്ടുണ്ടാകും. ഇതിന്റെ ഓർഡർ എന്താന്ന് വെച്ചാൽ നിങ്ങളെ ഓർഡർ വന്നിട്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം താഴെ നിങ്ങൾക്ക് എമൗണ്ട് ഡീറ്റെയിൽ എല്ലാം കാണിക്കുന്നുണ്ടാകും. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനിലൂടെ ഇപ്പൊ തന്നെ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. അഥവാ നിങ്ങൾ പേയ്മെന്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ വന്നിട്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആകും. നെക്സ്റ്റ് നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പേ നൗ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈൻ പേയ്മെന്റും കൂടെ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് സെലക്ട് പേയ്മെന്റ് മെത്തേഡ് എന്ന് കാണിക്കുന്നുണ്ടാകും. അതിന്റെ താഴെ സെലക്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷനുകൾ കാണിക്കും. CC അവന്യൂ, അതിനുശേഷം പേ യു. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേയ്മെന്റ് മെത്തേഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ പേ യു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇതേപോലെ ഞാൻ കൊടുത്തപ്പോൾ ഇവിടെ താഴെ നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പ്രൊസീഡ് ടു പേയ്മെന്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പേയ്മെന്റ് മെത്തേഡിൽ റീഡയറക്റ്റ് ആകും. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ടൈപ്സിലും പേയ്മെന്റ് മെത്തേഡിൽ കാണിക്കും. ഏതാന്ന് വെച്ചാൽ ഗൂഗിൾ പേ, പേടിഎം, ഫോൺ പേ, ആമസോൺ പേ. ഇതേപോലെ നിങ്ങൾക്ക് ഏതിലൂടെ പേയ്മെന്റ് ചെയ്യണോ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക.
അതേപോലെ ഞാൻ GPay സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഒരു ഓപ്ഷൻ കാണിക്കും പ്രൊസീഡ് ആൻഡ് പേ. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം പിൻ കോഡ് കൊടുത്തിട്ട് നിങ്ങൾ പേയ്മെന്റ് ചെയ്തു കഴിയും. അഥവാ ഒരു ചിലവർക്ക് പേയ്മെന്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ബാക്ക് കൊടുത്തിട്ട് യെസ് എന്ന് കൊടുക്കുക. അപ്പോൾ പേയ്മെന്റ് വന്നിട്ട് ക്യാൻസൽ ആകും. അതിനുശേഷം ഹോം പേജിലേക്ക് പോകുക. ഗോ ടു ഹോം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആകും. ഇപ്പോൾ നിങ്ങളെ ബുക്കിംഗ് വന്നിട്ട് ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബുക്കിംഗ് ഹിസ്റ്ററി ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങളെ ബുക്കിംഗ് ചെയ്ത എല്ലാ ഇൻഫർമേഷനുകളും കാണാൻ പറ്റും. നമ്മളിപ്പോൾ റീസെന്റ് ബുക്ക് ചെയ്ത ഇൻഫർമേഷൻ ഇവിടെ കാണാൻ പറ്റും, ഹിസ്റ്ററിയൊക്കെ. നെക്സ്റ്റ് ഇവിടെ സ്റ്റേറ്റസിൽ ഇൻവോയ്സ് ഇൻ പ്രോസസ് എന്ന് കാണിക്കും. എന്ന് വെച്ചാൽ ഇൻവോയ്സ് ഇനിയും ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. ഇൻവോയ്സ് ജനറേറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ ബുക്കിംഗ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ ഇൻവോയ്സ് വന്നിട്ട് ജനറേറ്റ് ആയിട്ടില്ലെന്ന് കാണിക്കും. അതേ സമയത്തിൽ നിങ്ങളെ PDF ഫയലും ഷോ ആകൂല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം ഇവിടെ. ഇങ്ങനത്തെ സമയത്തിൽ നമുക്ക് ഇനിയൊരു ചെറിയ സ്റ്റെപ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളെ ഫോണിൽ ഡയലർ ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്കൊരു നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. 8454955555 എന്ന് ഡയൽ ചെയ്ത് നിങ്ങൾ കോൾ ചെയ്യുക. കോൾ ചെയ്യുമ്പോൾ തന്നെ റിങ് പോകും. അത് റിങ് പോകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി കട്ടാകും. കോൾ കട്ടായതിനു ശേഷം നിങ്ങൾ SMS ആപ്പിൽ പോയി ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതേപോലെ ഒരു മെസ്സേജുകൾ വന്നിട്ടുണ്ടാകും. എങ്ങനെയെന്ന് വെച്ചാൽ ഡിയർ ഇന്ത്യൻ കസ്റ്റമർ, യുവർ റീഫിൽ ഓർഡർ ഈസ് ഓൾറെഡി അണ്ടർ പ്രോസസ് ആൻഡ് ഷെൽ ബി ഡെലിവേർഡ് ഷോർട്ട്ലി. എന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ആപ്പ് വഴി നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ റീഫിൽ ഓർഡർ വന്നിട്ട് പ്രോസസ്സിംഗിൽ ഇരിക്കുന്നത് കാണിക്കുന്നു. അതിനുശേഷം നമ്മളെ ഫോണിൽ ഒരു 5 to 10 മിനിറ്റ്സ് കഴിഞ്ഞ് ഇതേപോലെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാകും. അതിനുശേഷം നിങ്ങൾ ഇൻവോയ്സ് ജനറേറ്റഡ് RS എമൗണ്ട് ഇങ്ങനെ കാണിക്കും. അതിനുശേഷം DAC നമ്പറും കൂടെ ഇവിടെ ഷോ ആയിട്ടുണ്ടാകും. ഇത് വന്നിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്ന് വെച്ചാൽ സിലിണ്ടർ ഡെലിവറി ചെയ്യാൻ വരുമ്പോൾ നമ്മളെ ഈ DAC നമ്പർ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ തന്നെ നമ്മളെ ഡെലിവറി വന്നിട്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആകും. അതേപോലെ എപ്പോഴെങ്കിലും ഇതേപോലെ മെസ്സേജ് വന്നാൽ നിങ്ങളുടെ ഡെലിവറി വന്നിട്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് അർത്ഥം. നെക്സ്റ്റ് വീണ്ടും നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ബുക്കിംഗ് ഹിസ്റ്ററിയിൽ പോകണം. നമ്മളിപ്പം ചെയ്ത ബുക്കിംഗ് ഡീറ്റെയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മുകളിൽ PDF ഓപ്ഷൻ ഷോ ആകും. ഈ PDF ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇൻവോയ്സ് ഡൗൺലോഡ് ആകും. അതിനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഫുൾ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മളെ ഗ്യാസ് സിലിണ്ടർ ബുക്കിംഗ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ അഥവാ ഓൺലൈൻ പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെലിവറി ടൈമിൽ നിങ്ങൾക്ക് DAC നമ്പർ മാത്രം പറഞ്ഞു കൊടുത്താൽ നിങ്ങളുടെ ഡെലിവറി വന്നിട്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആകും. അതേ സമയത്തിൽ നിങ്ങൾക്ക് DAC നമ്പർ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്യാസ് ഏജൻസിയിൽ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് നിങ്ങൾക്ക് സിലിണ്ടർ വന്നിട്ട് കളക്ട് ചെയ്യാൻ പറ്റും. സോ ഇതേപോലെ നിങ്ങൾക്ക് സിലിണ്ടർ വന്നിട്ട് വാങ്ങിക്കാൻ പറ്റും. അതേ സമയത്ത് നിങ്ങൾക്ക് DAC നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം തന്നെ ഇതേപോലെ വാങ്ങിക്കാൻ പറ്റും. ഇതേപോലെ നമ്മൾ ഇന്ത്യൻ ഗ്യാസ് സിലിണ്ടർ എങ്ങനെ ബുക്ക് ചെയ്യണം നമ്മളിന്ന് കണ്ടു. അതേപോലെ DAC നമ്പർ എങ്ങനെ കിട്ടിയെന്നുള്ളത് നമ്മൾ കണ്ടു. അതേപോലെ നമ്മൾ ഈ ആപ്ലിക്കേഷനിലൂടെ ബുക്ക് ചെയ്യുമ്പോൾ ഒരു ടെക്നിക്കൽ എറർ ഒന്നും കാണിച്ചിട്ടില്ല. അഥവാ നിങ്ങൾ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുമ്പോൾ ഈ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും എറർ കാണിച്ചാൽ നിങ്ങൾ അതിനെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയണം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലൂടെ കാണാം. ബൈ.